ഈച്ച് ക്യാരക്ടർ ഇസ് ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ദി ആൻസേഴ്സ് വിത്ത് യു ഓർ നോട്ട്? അതിലൊക്കെ പെട്ട് നശിച്ചു പോകും. അതിലൊക്കെ പെട്ട് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. മമ്മൂക്കയുടെ ഇൻ്റർവ്യൂസ് ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഐ ലവ് ദ വേ ഹി ടോക്സ് അബൌട്ട് ആക്ടിങ്. കള്ളം പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി കള്ളം പറഞ്ഞല്ല, എൻ്റെ അഭിനയത്തിൽ ഞാൻ കള്ളത്തരം കാണിച്ചാൽ ദർശനയ്ക്ക് മനസ്സിലാവും. ചിലരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോവുമല്ലോ. ഇത് റോഷൻ ഫൈനലി ഈ റോഷൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ യൂട്യൂബ് ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഞാൻ കണ്ട ഒരു കമൻ്റാണ്, ഈ ചെറുക്കൻ്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. അത് തന്നെ പ്രഷറാണല്ലോ. അപ്പോൾ ഈ ആലിമൂട്ടിൽ അതിൻ്റെ സ്പീച്ച്, റോഷൻ പൊതുവെ ഇൻ്റർവ്യൂസിൽ സംസാരിക്കുന്നത്, അത് ആക്ടർ എന്നൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിലപാടുകൾ പറയുക, അങ്ങനെ ഒരു സംഭവം നമ്മളുടെ വായനയിലൂടെയും ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അതിൽ റോഷൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻ്റ് ആണോ എന്ന്? യാ, എന്നുവെച്ചാൽ ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്ക് വാക്കുകളിലാക്കി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൈക്ക് എൻ്റെ മനസ്സിൽ കാണുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത്. അപ്പം ഈ ഡിസ്ക്രിപ്ഷൻ എപ്പോഴും ഭയങ്കര വിഷ്വലി ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാവും എല്ലാത്തിനും. അത് ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതും, ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി മാത്രമേ. ഇത് ആരും വായിക്കാറൊന്നുമില്ല. ചിലപ്പോൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ. വലിയ കഥയായിട്ടൊന്നുമല്ല, ചിലപ്പോൾ അത് ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറ്റ് മൈറ്റ് ബി എ മെമ്മറി. മോസ്റ്റ്ലി എല്ലാം ഫിക്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ മോസ്റ്റ്ലി എല്ലാം ഒന്നെങ്കിൽ എനിക്ക് ഉള്ള ഏതെങ്കിലും മെമ്മറി, അല്ലെങ്കിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, മൈറ്റ് ജസ്റ്റ് ബി വൺ മൊമെൻറ്റ്. അപ്പോൾ അതിനെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി എവിടെയെങ്കിലും വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനെടുത്ത് വായിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവിടം വരെയൊക്കെ എത്തിയാൽ ഏതെങ്കിലും വളരെ ക്ലോസ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ വായിച്ചോ അല്ലെങ്കിൽ വായിച്ച് കേൾക്കാറൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ സംസാരിക്കാനുള്ള കഴിവും കണ്ടന്റും ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് പൊതുവെ? ഞാനതിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് ചിലപ്പോൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് സംസാരിച്ച് ഡെവലപ്പായി വന്നൊരു സാധനമായിരിക്കാം. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ആർട്ടിക്കുലേറ്റ് ഓറേറ്റർ എന്നുള്ള രീതിയിലൊന്നും എന്നെ കാണുന്ന ആളല്ല സത്യം പറഞ്ഞാൽ. എനിക്കെപ്പോഴും എൻ്റെ സംസാരം കേട്ട് കഴിയുമ്പോൾ തോന്നുന്നത്, എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്, ഇതിനെ കുറച്ചുകൂടെ ക്രിസ്പാക്കി ചുരുക്കം വാക്കുകളിൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് എസെൻഷ്യലി ഇറ്റ്സ് ജസ്റ്റ് ഐ എൻജോയ് കണക്റ്റിംഗ് വിത്ത് അനദർ ഹ്യൂമൻ ബീയിങ് ഓവർ എ കോൺവെർസേഷൻ. അപ്പോൾ അത് പോസിബിൾ ആയിരിക്കുന്ന ഏതൊരു സ്ഥലത്തും ഞാൻ അവർ പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അതായത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ ഒരാളുമായിട്ട് പ്രത്യേകിച്ച് 1-on-1 കോൺവെർസേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഒരു അഡിഷൻ വരും. പക്ഷെ അത് ഞാനിപ്പോൾ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്ലോ കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അവർ പറയുന്ന സാധനത്തിൽ നിന്ന് മാറ്റി ഞാൻ ഫോക്കസ് ഇവിടെ ഇടുകയാണോ, അങ്ങനത്തെ കുറച്ച് ഓവർ തിങ്കിങ് ആണ് ഇത് ബേസിക്കലി. അപ്പോൾ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യത്തിൽ നിന്ന് തന്നെ ഡെവലപ്പായി വന്നൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. ഇത് പല സിറ്റുവേഷനിലും പലർക്കും അനുസരിച്ച് ഇത് മാറാറുണ്ട് അല്ലേ? അത് അവിടെയൊക്കെ നമ്മൾ അഡാപ്റ്റഡ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? അത് തന്നെ മാറൂലേ അകത്തുനിന്ന്. നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഒന്നും വരില്ലല്ലോ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ, ഇപ്പം ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ സമയമൊന്നും അല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വെറുതെ ഒരു കോൺവെർസേഷൻ എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കമേ ചെയ്തിട്ടുള്ളൂ. എനിക്കതിൽ എനിക്കൊന്നും പറയാനില്ലല്ലോ എന്നുള്ള തോന്നലാണ് എപ്പോഴും വരുന്നത്. ഈവൻ ദിസ് നമ്മളിത് എത്ര നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫൈനലി ഇതിപ്പോൾ ചെയ്യാൻ ഞാൻ വന്നതാണല്ലോ. അതാണ് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഞാൻ ഓരോ തവണ റോഷനോട് സംസാരിക്കുമ്പോഴും റോഷൻ ഓരോ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഞാനപ്പോൾ ഒക്കെ ആലോചിച്ചത്, ഇപ്പോൾ വിനുവൊക്കെ, എനിക്ക് ആക്ച്വലി വിനു ചെയ്യുന്ന പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹിയർ ആൻഡ് നൗ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ അതിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയും അല്ലാതെയും ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഐ ലൈക്ക് ഹൗ ദിസ് മാൻസ് ഡ്രൈവിങ് എ കോൺവെർസേഷൻ. പക്ഷേ എൻ്റെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള സമയമെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് പറയാനൊന്നുമില്ലല്ലോ. വിനു ഓക്കെ കൊള്ളാം, കോൺവെർസേഷൻ കൊണ്ടുപോകും. അപ്പോൾ വൈ ഡിഡ് യു വാണ്ട് ടു
ഡു എ കോൺവെർസേഷൻ വിത്ത് മീ. എനിക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഉണ്ട്. പിന്നെ ഈ സ്റ്റോറീസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും കോൺവെർസേഷനിൽ നമുക്ക് കാണുമ്പോൾ ചിലപ്പം അതിനകത്ത് ഉണ്ടാവില്ല, പക്ഷെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവും. എന്തെങ്കിലും ഒരു എലമെൻ്റ് ആർക്കെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവും. സോ അങ്ങനെ ടേക്ക് അവേസിനെ പറ്റി നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോഴാണ് ഓക്കെ ഇനിയും ചെയ്യണം എന്നുള്ളത് പറയുന്നത്. അത് ചെറിയ ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക്, പക്ഷെ അവർക്കതൊരു വലിയ ഇൻഫർമേഷൻ. അതാണോ ഇതിന് ഒരു പാഷനായിട്ട് ഒരു ടേക്ക് അവേ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പറയുന്ന ആളാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ. പ്രഷറാണ് ആദ്യം മുതൽ. ഇപ്പോൾ ഒരു 2019 ഏകദേശം ഇതുപോലൊരു സീസണിലാണ്, ഫെബ്രുവരിയിലാണ് ഞാൻ റോഷൻ്റെ എ വെരി നോർമൽ ഫാമിലി MBFL കാണുന്നത്. ഫെബ്രുവരി ആയിരുന്നു, കനകുന്ന് വെച്ചാണ് കണ്ടത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ക്രിയേഷൻ്റെ ലെവലിൽ നിന്ന് പിന്നെ സിനിമകൾ ബാക്ക് ടു ബാക്ക് മാറി. അപ്പോൾ ഈ വായിക്കുകയും എഴുതുകയും അങ്ങനെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്ക് ഈ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പക്ക കൊമേഴ്ഷ്യൽ സിനിമകൾ ട്രൈ ചെയ്യുന്നുണ്ട്, പാരലൽ സിനിമകൾ ട്രൈ ചെയ്യുന്നുണ്ട്, പല ലാംഗ്വേജസ് ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ഈ 5 വർഷം മുമ്പ് നമ്മൾ ട്രൈ ചെയ്ത എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരു സംഭവത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് ഒരു ആഗ്രഹം കോൺസ്റ്റൻ്റ്ലി തോന്നാറുണ്ട്, എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അത് ചെയ്യാത്തിടത്തോളം അത് മിസ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി 19 AVNF ചെയ്ത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളൊരു ചെറിയ നാടകം ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് സെയിം ഗ്രൂപ്പിൽ തന്നെ AVNFിലൊക്കെ ഉണ്ടായിരുന്ന ഒരു 3-4 പേരും പിന്നെ പുറത്തുനിന്നുള്ള 1-2 ആൾക്കാരും ഒക്കെ കൂടിയിട്ട് അത് നമുക്ക് എവിടെയും സ്റ്റേ ചെയ്യാനായിട്ട് പോലും ചെയ്തതല്ല. ബേസിക്കലി ഈ ഒരു ദാഹം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും, പിന്നെ ലോക്ക്ഡൗൺ സമയമാണ്, നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഒന്ന് റിലാക്സ്ഡ് ആയ സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഐ തിങ്ക് എ ലോട്ട് ഓഫ് us റിയലി നീഡഡ് ദാറ്റ്. 10 മിനിറ്റിന് ചെറിയൊരു നാടകം, അതപ്പോൾ റിഹേഴ്സ് ചെയ്ത സ്പേസിൽ താമസിച്ച ഫാമിലിയെയും പിന്നെ ഞങ്ങളുടെ അഗൈൻ ലൈക്ക് അടുത്തൊക്കെ താമസിച്ചിരുന്ന ഫ്രണ്ട്സ് ഒരു 5-6 പേരെയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ലിറ്ററലി എനിക്ക് തോന്നുന്നു 1-2 ഷോയോ മാത്രമേ അതിൻ്റെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതങ്ങനെ അടക്കി വെച്ചു. എന്നെങ്കിലും ഓക്കെ ഇതിലേക്ക് തിരിച്ചു പോകാൻ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു പോവാം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സാധനം ഇതുപോലെ റിഹേഴ്സ് ചെയ്ത് തുടങ്ങി, ആൾക്കാരൊക്കെ അൺഅവൈലബിൾ ആയപ്പോഴത്തേക്കിനും അത് നിന്നുപോയി. ഇത് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇത് ചെയ്യാതിരിക്കുന്ന സമയം മൊത്തം എനിക്കും പിന്നെ AVNFിലൊക്കെ കൂടെ ഉണ്ടായിരുന്നത് മോസ്റ്റ്ലി എല്ലാവരും ഇപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ. ഇപ്പോൾ പോലും ഒരു നാടകം ചെയ്യാനുള്ള ഒരു വർക്ക് ഇങ്ങനെ പാരലലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന് ഒരു പോയിന്റിൽ വീണ് എല്ലാം സെറ്റായി ഇത് നടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. AVNF നടന്ന സ്കെയിലിൽ എസ്പെഷ്യലി അതുപോലും ചിലപ്പോൾ നടക്കില്ലായിരുന്നു. അതൊരു കമ്മിറ്റ്മെന്റ് ഞങ്ങളങ്ങ് ചെയ്തു. ഈ പറഞ്ഞ പോലെ കനകക്കുന്നിൽ MBFൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഷോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് അനൗൺസ് ചെയ്തു, അതിന്റെ ടിക്കറ്റ് വിറ്റു, ഇനിയിപ്പോൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലായിരിക്കും നെക്സ്റ്റ് ഒരു വലിയ സ്കെയിലിൽ ഒരു പ്രൊഡക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. സിനിമയുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് അത് നടക്കൂ, പോസിബിൾ ഒക്കെയാണ്. പിന്നെ നമുക്ക് ഒരു സാധനത്തിലേക്ക് ഇപ്പം ആ പോയിന്റിൽ ഞങ്ങൾ AVNF ഇത് കനകക്കുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചെയ്ത 6-7 ഷോസിനിടയിലും നമ്മുടെ കാസ്റ്റിൽ തന്നെ ഉള്ള പല ആൾക്കാർക്ക് ഷൂട്ട് പാരലലി നടക്കുന്നുണ്ട്. ചില ഷോ ഡേയ്സിൽ പോലും ചില ആക്ടേഴ്സ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമ്മൾ പകരം വേറെ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് ചെയ്തു. ഈ പറഞ്ഞ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് മേക്കിംഗ് ദാറ്റ് കമ്മിറ്റ്മെന്റ്. ഒരിക്കലും ഇത് ചെയ്യും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇമ്പോസിബിൾ ഒന്നുമല്ല. അവിടെ ഇവിടെയും ചില കോംപ്രമൈസസ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ എനിക്കും മറ്റ് ആക്ടേഴ്സിനും എല്ലാവർക്കും ഒക്കെ പല തിരക്കുകളുടെ ഇടയിലാണ് ഈ നാടകത്തിൻ്റെ റിഹേഴ്സലും ഷോസും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. മെനി പീപ്പിൾ ഇൻക്ലൂഡിങ് മീ വി ഹാഡ് ടു സേ നോ ടു എ ലോട്ട് ഓഫ് തിങ്സ്. വി ഹാഡ് ടു ബി അൺഅവൈലബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. അങ്ങനത്തെ സാക്രിഫൈസസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പോസിബിളാണ്. ഇപ്പോൾ ഞാൻ IFFKയിൽ റോഷൻ്റെ പെർഫോമൻസ് കാണുന്നു, പാരഡൈസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്യും. എനിക്കത് ബ്രില്യൻ ഫിലിമായിട്ട് ഞാൻ റോഷനെ കണ്ടിട്ട് റോഷനോട് നമ്മൾ സംസാരിക്കും. റോഷൻ പറഞ്ഞത് ഞാൻ അതിനകത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒക്കെ അതൊക്കെ ചെറിയ അപകർഷതാബോധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതും പിന്നെ എനിക്ക് അത് ഇത് കാണുന്ന ആൾക്കാരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതെപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. സ്വരണു പടത്തിനെ എത്രത്തോളം നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും നല്ല സിനിമയാണ്. ഞാൻ കുറച്ച് ഓവർ ക്രിട്ടിക്കലാണ്. പിന്നെ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് ഒക്കെ ഹൈ ആണ്. അതിലും ഹൈ ആണ്. അതിലും ഹൈ എന്ന് വെച്ചാൽ ഞാൻ ഈ ഇതുവരെ ചെയ്തതിനേക്കാളൊക്കെ പിന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ വേണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനം ചെയ്യാനും പറ്റില്ല.
സ്ക്രീനിൽ കാണുമ്പോൾ പൊതുവേ അങ്ങനെയാണോ തോന്നാറ്? എനിക്ക് പൊതുവേ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു 95% ഓഫ് ദ ടൈം തോന്നുന്നത് ബെറ്റർ ആക്കായിരുന്നു, ഓക്കെ. ഇതേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ദർ ആർ മൊമെന്റ്സ് വേർ ഐ ഫീൽ ലൈക്ക് ഓക്കെ ആ ഒരു പരിപാടി അവിടെ അച്ചീവ് ചെയ്തു. അത് ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. അതായത് ഞാൻ ഈ പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇത് കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സാധനം അവിടെ പോയി കണക്ട് ചെയ്യിക്കാൻ അത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ തന്നെ ലോസ്റ്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വർക്കായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഐ ടേക്ക് ഹാപ്പിനെസ് ഔട്ട് ഓഫ് ഇറ്റ്, ഐ ടേക്ക് പ്ലഷർ ഔട്ട് ഓഫ് ഇറ്റ്, ഐ ഗിവ് മൈ സെൽഫ് ക്രെഡിറ്റ് ഫോർ ദാറ്റ്. പക്ഷേ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ഓക്കെയാണ്, ബെറ്റർ ആക്കായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് വേറൊരു വലിയ കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മളൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആ സിനിമ നമ്മൾ ഫൈനലി കാണുന്നത് വിത്ത് എ ലൈവ് ഓഡിയൻസ്. ആ സമയത്ത് ഇഫ് ഇറ്റ്സ് എ പ്രോജക്റ്റ് ദാറ്റ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ, നമ്മൾ ആ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അത്രയും സമയവും കൂടെ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവും. കോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ്ലിയോ നമ്മൾ നമ്മുടെ ആലോചന അതിലേക്കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത പോയിന്റിൽ എത്തിയതിനപ്പുറം ക്ലാരിറ്റിയിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ എത്തും ഷൂട്ട് കഴിഞ്ഞിട്ട്. ദെൻ ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡൂ വിത്ത് ഇറ്റ്. ഈ സാധനം ഷൂട്ട് ചെയ്ത് വെച്ചു പോയി. നാടകത്തിലുള്ള ഏറ്റവും വലിയ ഗുണം അതാ, നമുക്ക് തിരിച്ചു പോയിട്ട് ഈ പരിപാടി വർക്ക് ചെയ്യാം. ഇപ്പം ഞങ്ങൾ AVNFന്റെ 6-7 ഷോ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കിക്ക്, ആൻഡ് ഐ എം ഷുവർ ബാക്കി ടീമിലുള്ള എല്ലാവരും അത് തന്നെ പറയും, നമുക്ക് ഫസ്റ്റ് ഈ കനകക്കുന്ന് എന്ന് പറഞ്ഞ് വിനു കണ്ടത് ഫസ്റ്റ് ഷോയാണ്. ഫസ്റ്റ് ഷോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വേഴ്സ്റ്റ് ഷോയാണ്. അത് ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റി കൊണ്ട് മാത്രം പറയുന്നത്. പിന്നെ ഗണേശത്തിൽ നടന്നു. അതിന് മുമ്പ് കൊച്ചിയിൽ 2 സെറ്റ് ഷോസ് നടന്നു. ഒന്ന് കുക്കു ക്ലബിൽ നടന്നു, പിന്നെ മാമാങ്കം അന്ന് IMAയുടെ അടുത്ത് വർക്ക് ചെയ്ത സമയത്ത് മാമാങ്കത്തിൻ്റെ ഡാൻസ് ഹോള് ഞങ്ങളൊരു വെന്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ ചെയ്തു. അപ്പോൾ ഈ ഓരോ സെറ്റ് ഓഫ് ഷോസിലും ഷോ നന്നായിക്കൊണ്ടിരിക്കുമായിരുന്നു. കനകക്കുന്ന് ഈ സാധനം വിത്ത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ റിഹേഴ്സൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഈ നമ്മൾ എന്താണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അത് ചില സമയത്തൊരു നമ്മുടെ വ്യൂ കുറച്ച് മയോപ്പിക് ആക്കും. അത് നമുക്ക് ഉത്തരങ്ങൾ ഓൾറെഡി അറിയാവുന്നപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയ ചോദ്യങ്ങളൊന്നും ചിലപ്പോൾ കാണൂല. വേറെ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ അവിടെ ഒരു ഡിസ്കണക്ട് ഉണ്ട്, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവിടെ ഈ പ്രശ്നമുണ്ട്. ഇതെല്ലാം ആയിട്ട് ചെന്നിരുന്ന് പിന്നെ വർക്ക് ചെയ്യാം ഒരു നാടകത്തിന്. സിനിമയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ദർ ഇസ് ദ റെസ്റ്റ് ഓഫ് ദ ക്രൂ ദാറ്റ്സ് വർക്കിംഗ്. എഡിറ്റിങ്ങിൽ പരിപാടികൾ നടക്കുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്നവരെല്ലാവരും പടത്തിനെ ബെറ്റർ ആക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് അയൺ ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ടും ഫൈനലി ആസ് എൻ ആക്ടർ ഐ തിങ്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളത് തോന്നുന്നതിൻ്റെ ഒരു കാരണം അതും കൂടെയാണ്. യു ഓൾറെഡി ലിവ്ഡ് ദാറ്റ് എക്സ്പീരിയൻസ്. പിന്നെ വെൻ യു വാച്ച് ഇറ്റ് ആഫ്റ്റർ എ വൈൽ ഇറ്റ് ഫീൽസ് ലൈക്ക്. പിന്നെ ചില പടങ്ങളിൽ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. ചില പടങ്ങളിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു സിനിമയാണ് ഇതെന്നോ അല്ലെങ്കിൽ ഇത്രയും എഫക്റ്റീവായിട്ട് ഞാനിതിൽ എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ടെന്നുള്ളതോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ ഓവർവെൽംഡ് ആയിട്ടുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ട്. മൂത്തോൻ വാസ് വൺ സച്ച് എക്സ്പീരിയൻസ്. മൂത്തോൻ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഐ വെൻറ്റ് ബാക്ക് വെരി ഹാപ്പി തിങ്കിങ് ഓക്കെ ഞാൻ എന്നെക്കൊണ്ട് പോസിബിൾ ആണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിക്കും പോസിബിൾ ആയിരിക്കും എന്നെനിക്ക് ആദ്യമായിട്ട് തോന്നി തുടങ്ങിയത് മൂത്തോൻ കണ്ടു കഴിഞ്ഞപ്പോൾ. അത് ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ട് ചില ആൾക്കാർ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് യു, ഇറ്റ്സ് ഹൗ യു ആർ ബീങ് യൂസ്ഡ്. നമ്മൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുന്നതിനൊക്കെ അപ്പുറം സിനിമ. ഗീതു രാജുവേട്ടനല്ല, മൂത്തോൻ്റെ ബാക്കി ക്രൂ, ഓൾ ഓഫ് മൈ കോ ആക്ടേഴ്സ് ഇൻക്ലൂഡിങ് നിവിൻ, അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത ഒരു പരിപാടി ഞാൻ ഫൈനലി കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ഐ വുഡൻറ്റ് ഹാവ് തോട്ട് ദാറ്റ് ഐ വാസ് കേപ്പബിൾ ഓഫ് ദിസ്. ആ പോയിന്റിൽ എനിക്ക് തൊട്ടപ്പൻ ഒക്കെ തൊട്ടപ്പൻ ഞാൻ ഹാപ്പി ആയിരുന്നൊരു പ്രോജക്റ്റാണ്. എനിക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. മാസ്റ്റർ പീസിന്റെ ക്ലൈമാക്സിൽ റോഷൻ വരുന്നത് അത് വേറെ അടിപൊളി സംഭവം. അതിലൊരു വലിയ ഫാക്ടർ എന്ന് വെച്ചാൽ അത് അഗൈൻ ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു അര ദിവസത്തെ പരിപാടി മൊത്തത്തിലൊരു 10-20 മിനിറ്റോ മറ്റോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിലൊരു വലിയ ഫാക്ടർ ദാറ്റ് ശ്രീജിത്തേട്ടനായിട്ട് അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു തെക്കൻ തല്ലി കേസ് എന്ന് പറഞ്ഞ സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ് ദെയർ. അപ്പോൾ ശ്രീജിത്തേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു
ഒരു കണക്ഷൻ ആ ക്രിയേറ്ററുമായിട്ടും ഉണ്ട് എനിക്ക്. പിന്നെ ദർ ഇസ് എ ലെവൽ ഓഫ് കംഫർട്ട് ദാറ്റ് ഐ ഫെൽറ്റ് ഓൺ ദാറ്റ് സെറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹിം. ആൻഡ് ഈ പറഞ്ഞ പോലെ ഷറഫ്, നിത്യ, എവരിബഡി സൂപ്പർ ഫ്രണ്ട്ലി. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആക്ടറായിട്ട് ഒരു സെറ്റിലേക്ക് പോകുന്നത് ഭയങ്കര സ്കെയറി ആണല്ലോ. എനിക്ക് എൻ്റെ എന്നുവെച്ചാൽ വലിയ ഇപ്പം ഞാൻ കുറേ ദിവസമൊക്കെ ചെയ്യേണ്ട പ്രോജക്റ്റ് തന്നെ തുടങ്ങിയിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചെറിയ പേടിയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും തമ്മിലൊരു ഇക്വേഷനൊക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാനവിടെ പുതിയതായിട്ട് ചെന്ന് ഇതിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ഐ വാസ് ഫ്രീ. അതായത് ഞാൻ ചെയ്യുന്ന ആ ഒരു ചെറിയ സാധനം കൊണ്ട് ഈ വലിയ പ്രോജക്റ്റ്, ഇത്രയും എപ്പിസോഡുകളുള്ള ഈ സീരീസ് നശിപ്പിക്കാനും പറ്റില്ല, സേവ് ചെയ്യാനും പറ്റില്ല. അപ്പൊ യു ക്യാൻ ഗോ ദേർ ആൻഡ് ഹാവ് ഫൺ. അതൊരു ഭയങ്കര വേറൊരു കട്ട് ചെയ്തിട്ട് വേറൊരാളായിരുന്നു. അത് ആക്ച്വലി ഇത്രയും തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സംഭവം, ചെറിയ പരിപാടിയുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നിനക്ക് വരാൻ പറ്റുമോ, നീ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു കംഫർട്ട് ഉണ്ട്. സ്വയസേനല്ല, നിങ്ങളെന്തായാലും ചെയ്യണ്ട, ഞാൻ അതിലും ഭേദം ഞാൻ ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെയ്തതാണ്. ഇപ്പൊ തൊട്ടപ്പല്ലും തെക്കൻ തല്ല് കേസിലും ഒക്കെ കയ്യിലേക്ക് എടുത്ത് വരുന്ന റോഷനെ പെട്ടെന്ന് അത് റോഷനെ സംബന്ധിച്ച്, റോഷൻ നോർമലി ഒരു അർബൻ ഇമേജ് ഉള്ള ഒരാളാണ് പൊതുവെ. അതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറുമ്പോൾ അപ്പൊ അതിലേക്ക് മാറാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ട് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് എനിക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനെക്കാളും കൂടുതൽ, അതായത് ഇപ്പൊ പറഞ്ഞതൊക്കെ കുറച്ചുകൂടി അപ്പിയറൻസ് ബേസ്ഡ് ആണല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം, അതിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന, നമ്മൾ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കിനും എവിടെ കൊണ്ടിടുന്നു എന്നുള്ളത്, യുനോ, അതിലൊക്കെയുള്ള ഡിഫറൻസസ് എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചുകൂടെ എളുപ്പം ഫിക്സ് ആക്കാം, എന്നുവെച്ചാൽ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ എനിക്ക് ലൈക്ക് ഇങ്ങനെ ആലോചിക്കുന്ന ഒരാള് എന്നുള്ള പോയിന്റിൽ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസസ് ആണ് മൂത്തോനില് അല്ലെങ്കിൽ ഈവൻ തൊട്ടപ്പനില്. ഇസ്മു എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അവൻ ഓരോ സിറ്റുവേഷനിൽ വെൻ ഈസ് ഫേസ്ഡ് വിത്ത്, ഒക്കെ എനിക്കൊന്നെങ്കിൽ ഇത് ചെയ്യാം, ഇത് അല്ലെങ്കിൽ ഇത് ചെയ്യാം, ഞാൻ എൻ്റെ മുമ്പിൽ ഇടുന്ന ആ രണ്ട് ഓപ്ഷൻസും അല്ലാത്ത മൂന്നാമതൊരു ഓപ്ഷൻ ആയിരിക്കും അവൻ ഫൈനലി അവൻ ചൂസ് ചെയ്യുന്ന, യുനോ, ലൈക്ക് ഹിസ് ആക്ഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളെ വേറെ ഏതോ ലെവലിൽ മനസ്സിലാക്കണം. ബിക്കോസ് ഈ വുഡ് ഹാവ് ഹാഡ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ചൈൽഡ്ഹുഡ്, ഓർ ലൈക്ക് യുനോ, വേറെ പുള്ളിയുടെ തോട്ട് തന്നെ വേറെയാണ് ബേസിക്കലി. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് മറ്റേ കാര്യങ്ങൾ എളുപ്പമാണെന്നല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൂപ്പർഫിഷ്യൽ ലെവലിലുള്ള കാര്യങ്ങൾ ഡോണ്ട് മാറ്റർ ആസ് മച്ച്. I feel like the character becomes convincing at a different level altogether. പിന്നെ ആൾക്കാർക്ക് പല രീതിയിൽ പെരുമാറാം. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പം നിങ്ങൾ ഓക്കെ റോഷനെ നമ്മൾ കാണുന്ന രീതി എന്ന് പറയുമ്പോൾ യു ഹാവ് സീൻ വെരി ലിറ്റിൽ ഓഫ് മീ. ഞാൻ എൻ്റെ 30-32 കൊല്ലം ജീവിച്ചതിൽ വളരെ ചെറിയ ഗ്ലിംസസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിലിപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള ക്യാമറ ഇല്ലാത്തൊരു പോയിന്റിൽ ഇൻട്രാക്ഷൻസ് മാറ്റി കഴിഞ്ഞാൽ അതുപോലും ഐ ആം അറ്റ് എ പബ്ലിക് പ്ലേസ്, അപ്പോൾ വി ആർ ബിഹേവിങ് എ സർട്ടൻ വേ. എന്നെ ഇതുവരെ എൻ്റെ വീട്ടിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വളർന്ന വീട്ടിൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ല. എന്നെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഇപ്പോൾ ഈ സിനിമയിലുള്ള കൂട്ടുകാരും എന്നെ കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിനോട് എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു ലെവൽ, വി സെറ്റ് ഇൻ ടു അനദർ വേർഷൻ ഓഫ് അവർ സെൽസ്. അതുപോലും ആരും കണ്ടിട്ടില്ല. എനിക്കിതെല്ലാം ഉണ്ട് ആക്സസ് ചെയ്യാൻ. ഇതെല്ലാം ആരും കണ്ടിട്ടില്ലെന്നുള്ള എൻ്റെ കയ്യിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത് നമുക്ക് പതുക്കെ ആ ക്യാരക്ടറിലേക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ബേസിക്കലി ആ ക്യാരക്ടറുമായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ എടുത്ത് കൂട്ടി വെച്ചിട്ട് നമുക്കൊരു സാധനം ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ഫീൽ ഫോർ ദി അതർ പേഴ്സൺ, ഇറ്റ് വിൽ ഫീൽ ലൈക്ക് ഒരു വേറെ ആൾ, ഇതൊന്നും റോഷൻ ലൈഫിലേ ചെയ്തിട്ടില്ലാത്ത. അങ്ങനൊന്നുമല്ല, ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, ചെയ്തിട്ടില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ അറിയാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നീരജ് കപി യൂസ് ടു ബി എൻ്റെ ഇൻസ്ട്രക്ടർ ആയിരുന്നു ഒരു പോയിന്റിൽ. പുള്ളി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈഫിൽ എത്ര എക്സ്പീരിയൻസസ് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്ര നല്ല ആക്ടറാവും നമ്മൾ എന്നുള്ളതാണ്. ബിക്കോസ് യു ഹാവ്, ഭയങ്കര കറക്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്റർനെറ്റ് ഇല്ലാത്തൊരു കാലം, ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം തപ്പണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെ പോവുക, ലൈബ്രറി പോവുക. അപ്പോൾ നമ്മുടെ ലൈബ്രറി എത്ര വലുതാണോ അത്ര അധികം ഉത്തരങ്ങൾ നമ്മുടെ ഉണ്ടാവും. ഈച്ച് ക്യാരക്ടർ ഇസ് ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ദി ആൻസേഴ്സ് വിത്ത് യു ഓർ നോട്ട്.
സം പീപ്പിൾ ഹാവ് ദ ലക്ഷറി. ചില പടങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പടം പ്ലാൻ ചെയ്തത് 3 കൊല്ലം മുമ്പാണ്, എന്നിട്ട് ഇയാൾ പോയിട്ട് ആ നാട്ടിൽ താമസിച്ചു, എന്നിട്ട് ഇയാള് ഉത്തരങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലില്ല. സോ ഫസ്റ്റ് ഗോ ക്രിയേറ്റ് ദാറ്റ് എക്സ്പീരിയൻസ്, കം ബാക്ക്, ദെൻ ഷൂട്ട് ദ ഫിലിം ഓർ ദെൻ ഡു ദ പ്ലേ. അപ്പോൾ കിട്ടുന്ന സമയം മൊത്തം നമ്മൾ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബിഗ് ലൈബ്രറി. അത് ചിലപ്പോൾ യൂസ് ചെയ്യപ്പെടും, ചിലപ്പോൾ യൂസ് ചെയ്തില്ല. എങ്ങനെയായാലും അതൊരു നഷ്ടമൊന്നുമല്ല. അങ്ങനെ വായിക്കുമ്പോൾ പോലും ശരിക്കും, അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ പോലും നമ്മളൊരു രീതിയിൽ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വി ആർ നോട്ട് ലിവിങ് ഇറ്റ്, പക്ഷെ വെർച്വലി ഓർ യുനോ അങ്ങനെ എന്തോ ഒരു വാക്കിന് മിസ്സായി പോകുന്നുണ്ട്. പല ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ റിയൽ ലൈഫിനായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ചില ഡിസിഷൻസ് എടുക്കാൻ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ ആക്ച്വലി പാർവതി ഒരു ഇൻ്റർവ്യൂവിൽ പണ്ട് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അത് പാർവതി എന്നോട് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ 1-2 പടങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ബിൻ ഫ്രണ്ട്സ് ഫോർ എ വൈൽ. പാർവതി തിരുവത്ത്. അപ്പോൾ പാർവതി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഐ ലേൺ ഫ്രം മൈ ക്യാരക്ടേഴ്സ്. അന്ന് ഞാനിത് കേട്ടപ്പോൾ ഓർക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ദാറ്റ് അത് ഭയങ്കര പൊളിയാണല്ലോ, അങ്ങനെ പോസിബിളാണ്. നമ്മളെപ്പോഴും അവരെ പഠിപ്പിക്കുക എന്നുള്ള, ക്യാരക്ടറിനെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള ആംഗിളിൽ ഞാൻ അന്ന് വരെ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ മുതൽ ഐ തോട്ട്, അപ്പം മുതൽ ഐ ഓൾസോ ബിൻ തിങ്കിങ് കോൺഷ്യസ്ലി, ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇയാളുടെ ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ടേക്ക് അവേസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ക്യാരക്ടറാണെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും he managed to do this or he managed to come out of it this way എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസ്പിറേഷനൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ലൈഫുമായിട്ട് എല്ലാം കണക്റ്റഡാണ്. നമ്മൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ലൈഫുമായിട്ട് കണക്റ്റഡ്. അൺലെസ് ചില സാധനങ്ങൾ നമുക്കൊരു കണക്ഷനും കിട്ടാതെ നമ്മൾ ജസ്റ്റ് ഗോയിങ് ത്രൂ ദ മോഷൻസ്, അത് വെറുതെ അങ്ങ് ചെയ്തിട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറിപ്പോകുന്നതും സംഭവിക്കാം. there will be projects like that. അത് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംഭവിക്കാതിരുന്നാൽ വലിയ ഭാഗ്യം, പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ വെച്ച് സംഭവിക്കുമെന്നൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്ര വലിയ ഒപ്റ്റിമിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത എല്ലാ ക്യാരക്ടറും ഹാസ് എ ഗിവ് ആൻഡ് ടേക്ക് വിത്ത് യുവർ ലൈഫ് ഡെഫിനറ്റ്ലി. പിന്നെ നമ്മളപ്പം നിൽക്കുന്ന വാട്ട് എവർ ഫേസ് ഓഫ് ലൈഫ് യുവർ ഇൻ, അതിൽ നിന്നുള്ള നല്ലതും ചീത്തയൊക്കെ നമ്മൾ കോൺഷ്യസ്ലി ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി അത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വരും. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് ഫുള്ളി കണക്റ്റ് ആയി കഴിയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ജേണിയിൽ നിന്നൊക്കെ കിട്ടുന്ന എന്തെങ്കിലും സാധനം തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ അവെയർ അല്ലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞ് മൊത്തത്തിൽ വഴിയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരിക. മമ്മൂക്കയുടെ ഇൻ്റർവ്യൂസ് ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഐ ലവ് ദ വേ ഹി ടോക്സ് അബൌട്ട് ആക്ടിങ്, അബൌട്ട് ഹിസ് പ്രോസസ്. എല്ലാ പ്രാവശ്യവും കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് നേരത്തെ പറഞ്ഞ സാധനമില്ല, ഇത് എന്തോ ഒരു ടേക്ക് അവേ ഉണ്ട് എല്ലാത്തിലും. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും നാൾ ഇത്രയും പാഷനറ്റായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മൈൻഡ് ശരിക്കും എങ്ങനെ ആയിരിക്കും ഇത്. ഇപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈക്ക് വെരി ഈഗർ ടു ഗെറ്റ് ടു ദാറ്റ് പ്ലേസ്. അതിപ്പോൾ സിനിമയിലാവാം അല്ലാതാവാം, പക്ഷെ ജസ്റ്റ് ഇത്രയും നാൾ ഈ ഒരു സാധനം, ഈ ഒരു കല അഭ്യസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്തുന്നത് എവിടെയായിരിക്കും എന്നറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമുണ്ട്. ഈ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം റോഷൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പം നോക്കുമ്പോൾ ഒരു പടം, നിങ്ങൾ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പിക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തു, എല്ലാവരെയും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ സിനിമയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ റോഷനും ഇതുപോലെ പ്രൊഡക്ഷൻ ഹൗസസിൽ ബയോഡേറ്റയുമായി പോയി അപ്രോച്ച് ചെയ്ത ഹിസ്റ്ററിയൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് പോയി ബോളിവുഡിലെ ഫിലിംസ് ചെയ്ത് പല തമിഴിൽ ചെയ്തു. അപ്പോൾ ഈ ഒരുപാട് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനായിരിക്കും. പെട്ടെന്നൊരു ഹിറ്റ് അടിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു ഗ്രോത്ത്. അപ്പം ഇത് പോസിബിൾ ആണ് എല്ലാവർക്കും എന്ന് തോന്നൽ ചിലപ്പം ഒരാളുടെ സക്സസ് കാണുമ്പോൾ ഉണ്ടാവും. എന്ത് ക്വാളിറ്റിയാണ് ബേസിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ചോദിച്ചിട്ടുള്ളപ്പോൾ പറയാൻ 100% ഉറപ്പോടെ പറയാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഐ ഫീൽ ലൈക്ക് എവിടെയോ ചാൻസിൻ്റെ ഒരു കളിയുണ്ട്. നമ്മുടെ കൺട്രോളിലല്ലാത്ത ഫാക്ടേഴ്സ് ആർ അറ്റ് പ്ലേ. ബാക്കി എല്ലാ ഇതിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം പറയുമ്പോൾ അതിൽ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കറിയില്ല ഇപ്പോൾ ചിലപ്പോൾ അതായിരിക്കില്ല സീൻ. ഞാൻ ഈ നാടകം പരിപാടി
2010 തുടങ്ങിയതാണ്. ഏകദേശം ഒരു 15ലൊക്കെ ആയി, 5 കൊല്ലം അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് കയറാനുള്ള പരിപാടികൾ സൈഡിൽ കൂടെ എവിടെയോ തുടങ്ങിപ്പോയതാണ്. ഞാൻ കോൺഷ്യസ്ലി തുടങ്ങിയത് പോലും അല്ല. വെരി സിംപ്ലി പറഞ്ഞാൽ പൈസയുടെ ആവശ്യമായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ വർക്ക് ചെയ്യേണ്ടി വന്നത് വാസ് ബിക്കോസ് പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് പൈസ കിട്ടുന്ന എന്താ പരിപാടിയുള്ളത്. കാരണം നാടകം കുറച്ച് സമയം എടുക്കും, നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, തൽക്കാലം കുറച്ച് പൈസ പെട്ടെന്ന് കിട്ടാനുണ്ട്. അങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അത് പോയി 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 സിനിമയിലേക്ക് എത്തിയതാണ്. ഞാൻ പണിയെടുക്കാതെ ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കണ്ടപ്പോൾ അവിടെയും ഞാൻ പണിയെടുത്തു. ആ സമയത്ത് നെറ്റ്വർക്കിംഗ് വാസ് എ ബിഗ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അതായത് നമ്മളിത് അറിഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ ഒന്ന് തല കാണിച്ച് കഴിയുമ്പോൾ എല്ലാവരും വരുമല്ലോ, ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരും ഒരു ബന്ധവും ഇല്ലാത്തവരും സിനിമയുടെ കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രം സിനിമയായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരിൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പെടും. എല്ലാവരും സിനിമ കാണുന്നവരാ. അപ്പോൾ എല്ലാവർക്കും ഇതിൽ അഭിപ്രായമുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് കയറാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടിയ അഭിപ്രായം നെറ്റ്വർക്ക് ചെയ്യണം കേട്ടോ, ആൾക്കാരെ കാണണം. എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ കോൺഷ്യസ്ലി അവോയ്ഡ് ചെയ്തത്. അതായത് ഒരാളെ പോയി കണ്ടിട്ട് എനിക്ക് പണി തരാമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. ആരെങ്കിലും കാണാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു മേക്കർ ആണെങ്കിൽ എനിക്കൊരു ഓഡിഷൻ തരാമോ എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുക. ആൻഡ് ദർ ഇസ് ഓൾവേസ് വർക്ക് ടു ബി ഡൺ. ആ വർക്കിൻ്റെ സ്കെയില് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ചെയ്യാൻ പണിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പണിയൊക്കെ ഇല്ലാത്ത ഫേസസ് വരാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് പ്രോജക്ട്സ് ഇല്ലാത്ത സമയം വരാം. എനിക്ക് ചെയ്യാൻ വർക്കേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ്. എല്ലാവർക്കും ചെയ്യാൻ വർക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്കൊരു ആക്ടർക്ക് വീട്ടിലിരുന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ജ്യോതി ഡോഗ്ര എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ഒരു നാടകം ഈ ആല എന്ന് പറഞ്ഞ സ്പേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ജ്യോതി ഡോഗ്ര പണ്ട് മുതലേ സോളോ പീസസ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. പുള്ളിക്കാരുടെ ഈ പ്ലേ ഞാൻ കണ്ടില്ല, നോട്ട്സ് ഓൺ ചായ എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആനന്ദ് സ്വാമി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കൊച്ചിയിൽ വന്ന് ഒരു സീരീസ് ഓഫ് ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ഓൾ സോളോ പീസസ്. ചിലപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ടാകും, പക്ഷേ ആക്ടേഴ്സ് ഹാവ് സാറ്റ് അറ്റ് ഹോം ആൻഡ് ക്രിയേറ്റഡ് ബൈ ദംസെൽവ്സ്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റുന്നതാണ്, പോസിബിൾ ആണല്ലോ. പോസിബിൾ ആണെന്നുള്ളതാണ് ഈ പറയുന്ന ആൾക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒരു ആസ്ട്രിക്സ് ഉണ്ടാവും. ഇത് ട്രൈ ചെയ്തിട്ട് പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്തെടുത്തിട്ടുള്ള ആൾക്കാരുള്ളിടത്തോളം വി ആർ ഫോഴ്സ്ഡ് ടു ബിലീവ് ദാറ്റ് എല്ലാവർക്കും ഇത് പോസിബിളാണ്. കാരണം അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൺലി ദി എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് ദേ ഹാവ് ഡൺ, ദാറ്റ്സ് ഓൾ. പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ റിഫ്യൂട്ട് ചെയ്യും. എല്ലാവർക്കും പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ആസ്ട്രിക്സ് ഇട്ട് ഉത്തരം പറയാൻ പറ്റും. നമുക്ക് ചില സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ വേണം. സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് ലൈഫിൽ വേണമല്ലോ. അതില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ എന്തൊക്കെ ചെയ്യും? ചാൻസസിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്നാണ് പൊതുവെ പറയാറുള്ളത് അല്ലേ? നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ എന്നാണ്. എനിക്കിപ്പോഴും കിട്ടാറുണ്ട് ആ അഡ്വൈസ്. അത് അതായത് ഇപ്പം ശരിക്കും സിനിമയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലും ഇപ്പോഴൊക്കെ അത് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നീ ഉണ്ടോ ഇതിലൊന്നും ചോദിക്കും? ഇല്ല, ഞാൻ ഇത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ ചോദിക്കുന്നത്. അവർക്കറിയാം, ദേ നോ ഓഫ് മൈ എക്സിസ്റ്റൻസ്. അപ്പോൾ അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റെഡി ആയിരിക്കും എന്നുള്ളതും ഈ പറയുന്ന ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഐ എം പുട്ടിങ് ദം ഇൻ എ സ്പോട്ട്. അതെന്താ എനിക്കൊന്നും ഇല്ലേ, എന്നെ വിളിക്കൂലേ? ഒരു സ്റ്റേജ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവില്ലേ? റോഷൻ നിൽക്കുന്ന ഒരു പൊസിഷനും താഴെ നിൽക്കുന്ന ആളുടെ പൊസിഷനും ഓക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ അടികപ്പിയാരെ കൂട്ടമണിയും പുതിയ നിയമം മാത്രം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഗീതുവിൻ്റെ അടുത്ത് ഞാൻ ലയസ് ഡേയ്സ് എന്ന് പറഞ്ഞ പടം കണ്ടിരുന്നു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതു എന്തിനെന്നെ കാസ്റ്റ് ചെയ്യണം? പകരം അതിൻ്റെ റിവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഗീതു ഒരു ക്യാരക്ടർ എഴുതി, അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടറിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ഗീതു ഓപ്ഷൻസ് കൺസിഡർ ചെയ്ത് ഗീതുവിന് അന്ന് വരെ ഞാനെന്ന് പറയുന്ന ഒരാളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. ആ സമയത്ത് കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഗീതു അഞ്ജലി മാമുമായിട്ട് സംസാരിച്ചത് കൊണ്ട് അഞ്ജലി മാം ഇങ്ങനെ ഒരാളുണ്ട്, ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയുന്നിടത്തു നിന്നാണ് ഈ സാധനം നടക്കുന്നത്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു, ഇതിലെല്ലാം കുറേ ലൈക്ക് ദർ ഇസ് ചാൻസ്. ഒരു ടോക്ക് കണ്ടിട്ടാണ് കിരീട ഉണ്ണി സാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അഗൈൻ ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ചാൻസ്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ എൻ്റെ സൈഡ് നോക്കിയാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്നു.
അത്രേ ഉള്ളൂ. ആൻഡ് ഐ എം ഹോപ്പിങ് ദാറ്റ് എന്തെങ്കിലും അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് മഞ്ചാടിക്കുരു എന്ന് പറയുന്ന പടം DVD ഇട്ട് വീട്ടിലിട്ട് കാണുമ്പോഴാണ്. ആ സമയത്ത് ഞാൻ നാടകങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സിനിമയെ പറ്റി ആലോചിക്കുന്ന പോലുമില്ല. സിനിമ എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഞാൻ 1% പോലും വിശ്വസിക്കുന്ന ഒരു ഫേസിലല്ല. ഞാൻ ആ പടം കണ്ടിട്ട് വിചാരിക്കുന്ന എന്ത് രസമുള്ള സിനിമ, ഇങ്ങനൊരു സിനിമ ഞാൻ ഈ അടുത്തും കണ്ടിട്ടില്ല, ഈ ഡയറക്ടറുടെ ഒക്കെ വർക്ക് ചെയ്യാൻ എന്ത് രസമായിരിക്കും, എനിക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. ഐ ഡിഡ്ന്റ് ആക്ട് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ തോട്ട്, പക്ഷെ ഐ കണ്ടിന്യൂഡ് ആക്ടിങ്. അതുകൊണ്ട് അത് എന്തൊക്കെയോ സംഭവിച്ചപ്പോൾ ഐ ടോൾഡ് അഞ്ജലി മാം ദിസ്. ഞാൻ അന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ നാൾ മറ്റേ ഫോൺ അടിക്കുമ്പോൾ അൺനോൺ നമ്പർ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത്, ഒരു സെക്കൻഡ് അഞ്ജലി മാമിൻ്റെ കോളാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വെറുതെ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഈ പറയുന്ന പോലെ ബെനിഫിറ്റ് ഉണ്ടാവുക ഇതിൽ മാത്രമാണ്. പണി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ടിൽ പേ ഓഫ്. അല്ലാതെ ഇത്രയും പണിയെടുത്തിട്ട് ഒന്നും ആയില്ല എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ എന്ത് കഷ്ടപ്പെട്ടു പക്ഷെ ഒന്നും ആയില്ല. ആ ഒന്നും ആയില്ല പറയുന്ന ആളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണത്, ഒന്നും ആയില്ല എന്നുള്ളത്. ചിലപ്പോൾ ആ പടം ഹിറ്റായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പടം മറ്റേ കോടികൾ കളക്ഷൻ എന്ന് പറഞ്ഞ പോസ്റ്റർ അടിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് അത് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ പടം ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ പണിയെടുത്തത് മൊത്തം വെറുതെ ആയി എന്ന് അങ്ങനെ പറഞ്ഞ് വയ്ക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ ഒരു എന്താ പറയുക, ഒരു ലൈഫ് ജാക്കറ്റ് പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസം അത്. കാരണം അത് വിശ്വസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയെടുക്കാനുള്ള എനർജി തന്നെ ഇല്ലാണ്ടായി പോകും. എനിക്കതും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പടം ഷുവർ ഹിറ്റാണ് എന്ന് വിചാരിച്ച ഒരു പർട്ടിക്കുലർ സിനിമ കൊമേഴ്ഷ്യലി ഫെയിലിയർ ആയപ്പോൾ, ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോലും അല്ല, ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമ, പക്ഷെ കൊമേഴ്ഷ്യലി ആ പടം ഫെയിലിയർ ആയപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു കുറച്ച് നാളത്തേക്ക്. ഒന്നിനും ഒരു ഫലമില്ലാതായിപ്പോയി എന്ന് തന്നെ എനിക്ക് തോന്നി. അവിടുന്ന് ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ സാധനം. ഇല്ല, പണി എടുത്തു കഴിഞ്ഞാൽ അതിനെവിടെയോ എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട് എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ചാൻസ്, എസ്പെഷ്യലി ഇൻ ദിസ് ഇൻഡസ്ട്രി. വേറെ എന്തെങ്കിലുമൊക്കെ ലൈൻ ഓഫ് വർക്ക് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നോട്ടീസ് പീരീഡ് ഇല്ലാതെ അവർക്ക് നമ്മളെ ഫയർ ചെയ്യാൻ പറ്റില്ല എന്നോ അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം വരുമെന്നോ ഉള്ള സെക്യൂരിറ്റി എങ്കിലും ഉണ്ടാവും. There are some things which will happen as it is written. Here nothing is written. ആ ഒരു തോട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എപ്പോഴും. തോട്ട് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറൊന്നുമില്ല. മോട്ടിവേഷൻ ഇല്ലാതാകുമ്പോഴത്തേക്കിനും തിരിച്ചെവിടുന്നോ പോയി കുഴിച്ച് ആ തോട്ട് തപ്പിയെടുത്തിട്ട് അതിൽ അള്ളിപ്പിടിച്ച് പൊങ്ങിക്കിടക്കും. അങ്ങനെ പണിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊജക്ട് ദിസ് ഇമേജ് ഓഫ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഡ്രിവൺ ആയിട്ട് ഇവൻ ഒരു ദിവസം പോലും അവനിൽ തന്നെ വിശ്വസിക്കാതിരുന്നിട്ടില്ല, അങ്ങനെയൊന്നുമല്ല. ദർ ആർ അപ്സ് ആൻഡ് ഡൗൺസ്, അതെല്ലായിടത്തും ഉണ്ടാവും. ആൻഡ് എനിക്കത് ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഒരുപാട് കാണുന്ന ആളാണ്. എനിക്ക് പണ്ടൊക്കെ ഞാൻ അങ്ങനെയും വിചാരിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ ലെവൽ ഓഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ ഇത്രയും ഡ്രിവൺ ആയിട്ടുള്ള ഒരാളല്ലാതെയോ ഇത് പോസിബിൾ ആവില്ല എന്ന് നമുക്ക് തോന്നും. ചിലരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോവുമല്ലോ. ഇത് മറ്റേ ഇത്രയും ഡെഡിക്കേഷനും ഒക്കെ എല്ലാ ദിവസവും ഇയാളിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അല്ല എൻ്റെതൊന്നും ആവാതെ എന്ന് തോന്നും. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു പ്രൊജക്ട് ദാറ്റ് ഇമേജ്. അങ്ങനെ എത്ര പേരുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള എൻ്റെ ഏറ്റവും ക്ലോസ് ആൾക്കാർ, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആക്ടേഴ്സ് ഒരുപാട് പേര് ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിളുണ്ട്. അവരാരും അങ്ങനെയല്ല. ദേ ഓൾ ഹാവ് ദെയർ അപ്സ് ആൻഡ് ഡൗൺസ്. വി ഓൾ, നേരത്തെ വിനു പറഞ്ഞ പോലെ, വി ഓൾ യൂസ് ഈച്ച് അതർ ഫോർ സപ്പോർട്ട്. ആൻഡ് നമ്മുടെ ഉള്ളിലുള്ള ചില സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരെണ്ണമാണ് ഈ വിശ്വാസം. ദാറ്റ് പണിയെടുത്താൽ ബലം ഉണ്ടാവും. അത് തോന്നാത്ത ദിവസങ്ങളില്ലാന്നേ അല്ല. പക്ഷെ അതിങ്ങനെ ടാറ്റു അടിച്ചൊക്കെ കൊണ്ട് നടക്കണം ബേസിക്കലി. ഓക്കെ, പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ അല്ലാതെ പുറത്ത് നിന്ന് നമുക്കറിയാത്ത റോഷൻ മാത്രം അറിയുന്നു, അങ്ങനെ ഒരാൾ നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു സ്റ്റോറി ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. അച്ചാച്ചൻ, മൈ ഗ്രാൻഡ് ഫാദർ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അച്ചാനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ വീഡിയോയിലൊക്കെ. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ അച്ചായൻ മരിച്ചു പോയതാണ്. അപ്പം അച്ചായനെ പറ്റി ആൾക്കാർ പറയുന്ന കഥകളാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ഹിസ്, ഓർ ഇറ്റ് ഈസ് എ പേഴ്സൺ ഹു ഐ ഹാവ് ബിൽറ്റ് ഇൻ മൈ മൈൻഡ് ബേസ്ഡ് ഓൺ വാട്ട് ഐ ഹവ് ഹേർഡ്. അത് തന്നെയാണോ ശരിക്കും റിയാലിറ്റി എന്ന് പോലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന സാധനം ബേസ്ഡ് ഓൺ
ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് പോലെ ഞാൻ കേട്ടിട്ടുള്ള അക്കൗണ്ട്സ് വെച്ച് മാത്രം ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള സാധനം എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ട് കൂടുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. മോർ ദൻ ഇപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന പേരുകളൊന്നും പറയാൻ പറ്റാത്തത് ബിക്കോസ് ഇവരെ ഒന്നും ആർക്കും അറിയില്ല. കുഴപ്പമില്ല, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അറിയാത്ത ആൾക്കാരാണ് ഇപ്പം നമ്മളെപ്പോഴും അറിയുന്ന, പുറത്തുള്ള ആൾക്കാർ എപ്പോഴും അറിയുന്ന ആൾക്കാരല്ലാതെ നമ്മുടെ ലൈഫിനെ ഇൻസ്പയർ ചെയ്ത് വേറെ ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങൾ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നുവെച്ചാൽ ഞാൻ ബോംബെയിൽ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിക്കേതൻ എന്ന് പറഞ്ഞിട്ട്. നിക്കേതൻ കംസ് ഫ്രം, അപ്പം ഞാൻ നിക്കേതനെ ആദ്യം പരിചയപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് നിക്കേതനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകര ആക്ടേഴ്സിൽ ഒരാളാണ്. ആൻഡ് ഹി വാണ്ട്സ് ടു ഡു ഫിലിം. ഇതുവരെ ഫിലിമിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിക്കേതൻ വന്ന ഒരു ഫാമിലി സെനാരിയോ ഉണ്ട്. ഞാൻ അതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ അത് മൊത്തം ഞാൻ പറയും. അപ്പം ഞാനൊക്കെ നാടക സ്കൂളിലേക്ക് എത്തുന്നത്, ഡ്രാമ സ്കൂൾ മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ല ഡ്രാമ സ്കൂൾ മുംബൈ. അപ്പം അത്യാവശ്യം ഒരു ഹെൽത്തി എമൗണ്ട് ഫീ ഒക്കെ കൊടുത്തിട്ട് ഒരു നാടകത്തിൻ്റെ കോഴ്സ് ചെയ്യുകയാണ് ഞാൻ, ഒരു ഡിപ്ലോമ കോഴ്സ്. ആ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാൽ എവിടെയും ജോലി കിട്ടൂല, വീണ്ടും ജോലി ചെയ്ത് തന്നെ ജോലി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു സാധനത്തിൽ ഇത്രയും പൈസ ഇട്ടിട്ട് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ നിക്കേതനെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ, അയാളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കുള്ളതിനേക്കാൾ, ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് കണ്ടിട്ട് കോൺഫിഡൻസ് പോയെന്ന് പറഞ്ഞ അവസ്ഥയായി. അതായത് എനിക്കുള്ളതിനെക്കാട്ടിലും 300, 350, 400% തൻ്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരാൾ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും സമയവും പൈസയും മാറ്റിവെച്ച് നാടകത്തിൻ്റെ ഒരു കോഴ്സ് ചെയ്യാൻ വരും. അതും അവൻ സിനിമയുടെ കോഴ്സ് ചെയ്യാനല്ല വന്നത്, അവൻ നാടകത്തിൻ്റെ കോഴ്സ് ചെയ്യാനാണ് വന്നത്. സിനിമാ ആഗ്രഹങ്ങളൊക്കെ നിക്കേതൻ തുടങ്ങുന്നത് പിന്നെ. അപ്പോൾ നിക്കേതൻ വർക്ക് ചെയ്യുന്ന റിയലി ഈസ് വൺ ഓഫ് ദോസ് ലൈക്ക്, അവനും ലോ പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവൻ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ക്ലാരിറ്റി വെച്ചിട്ടാണ്. എനിക്കിതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സാധനം വർക്കായില്ല, ഓക്കെ അടുത്തത് എന്തുണ്ട്. അപ്പോൾ ആ വർക്കാവാതെ പോകുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിൽ സമയം കളയാതെ അടുത്ത എന്ത് ചെയ്യാൻ പറ്റും, ഇനി എനിക്ക് ആരും ഒന്നും തന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് തന്നെ നാടകം ഉണ്ടാക്കി, ആ നാടകം ഡയറക്റ്റ് ചെയ്ത് അതിൽ അഭിനയിച്ച് സെറൻഡിപ്പിറ്റി ആർട്സ് ഫെസ്റ്റിവൽ ഗോവയിൽ ഈ നാടകം സ്റ്റേജ് ചെയ്ത് ഞാൻ ഈ സാധനം പോയി കാണുന്നത് വീണ്ടും നിക്കേതൻ ഇത് തന്നെ ചെയ്തല്ലോ എന്നുള്ളത് ആ ഒരു ബഹുമാനത്തോടെയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് നാടകത്തിനെ പറ്റി മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. അല്ലാതെ എനിക്ക് അവിടെ ചെന്നിട്ട് അവൻ്റെ പുറത്ത് കെട്ടിയിട്ട് കൊള്ളാം നീ എന്തായാലും ഇത് മൊത്തം ചെയ്തെടുത്തല്ലോ എന്നുള്ളതല്ലായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഹി മെയ്ഡ് സച്ച് എ ബ്രില്യൻ പ്ലേ ദാറ്റ് എനിക്ക് ആ നാടകത്തിനെ പറ്റി മാത്രം സംസാരിക്കേണ്ടി വന്നുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് ഗുഡ് ജോബ്, നീ നിൻ്റെ ഫെയിലിയേഴ്സിൽ തളർന്നില്ല എന്നുള്ള വൃത്തികെട്ട ഇൻസ്പിറേഷണൽ സംസാരത്തിലേക്ക് എനിക്ക് പോകേണ്ടി പോലും വന്നില്ല. ഹി ക്രിയേറ്റഡ് സംതിങ് ദാറ്റ് ഗുഡ് അറ്റ് എ പോയിന്റ് വെയർ എവ്രിബഡി സെഡ് നോ ടു ഹിം ആൻഡ് ഹി ഈസ് കണ്ടിന്യൂയിങ്. ആ ഒരു നാടകത്തിൽ മാത്രമൊന്നുമില്ല, അവൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോഴും ഞാൻ അവനോട് സംസാരിച്ചാൽ അവൻ്റെ 3-4 ഐഡിയ ഉണ്ടാവും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കോൺസ്റ്റൻ്റ്ലി. ഇതൊക്കെ എവിടെ കൊണ്ട് ചെയ്യാനാണ്, ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഇത് എങ്ങനെ ഷോ ആവും ഒന്നും അറിയില്ല, പക്ഷെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ തിങ്ക് എ ലോട്ട് ഓഫ് ദിസ് ലൈക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള സാധനം ഞാൻ കണ്ട് പഠിച്ചത് അവനിൽ നിന്നാണ്. അത് ഒരു എക്സാമ്പിൾ. അങ്ങനെ ഒത്തിരി പേര് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ് എന്നെ കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്യുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ നോ ദം ഫുള്ളി. അതിൽ ആക്ച്വലി ഉള്ളൊരു അനോമലി ഈസ് ജസ്റ്റ് ദാറ്റ്, അതിലുള്ള ഐറണി ഇത് തന്നെ. അച്ചായനെ എനിക്ക് പേഴ്സണലി അറിയില്ല ആസ് മച്ച്, എൻ്റെ മെമ്മറീസ് വളരെ കുറവാണ്. ബാക്കി എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ഉള്ളൂ മറ്റേ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുള്ള മഹാന്മാരൊക്കെ അത് കഴിഞ്ഞിട്ട് ഉണ്ട്. ഇപ്പം എനിക്കും വളരെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള വളരെ ഗുഡ് വൈബുള്ള റോഷൻ്റെ അടുത്ത ഫ്രണ്ടാണ് ദർശന. നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള സിനിമയാണ് ഞാൻ പാരഡൈസ് ലാസ്റ്റ് കണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഷൻ്റെ പെർഫോമൻസിൽ ഒന്ന് ആണും പെണ്ണും. അതിൽ വേറൊരു റോഷനെയാണ് ഞാൻ ആ ക്ലാസ് റൂമിൽ തൊട്ട് കാണുന്നത്. ഏറ്റവും നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഏറ്റവും നല്ല വൈബുള്ള ഒരാളുമായിട്ട് നമ്മളൊരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം, ക്യാരക്ടർ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ്ലി വേറെ ആയിരിക്കുമല്ലോ. അത് ഈ പാരഡൈസിലും ആണും പെണ്ണിലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നത്.
ഡെഫിനറ്റ്ലി. ദർശന എന്നെ പണ്ട് മുതൽ ഞാൻ ദർശനെ ഫസ്റ്റ് സ്റ്റേജിൽ കാണുന്നത് സക്കാരാം ബൈൻഡർ എന്ന് പറഞ്ഞൊരു നാടകം. ഞാൻ അത് ദർശനം ചെയ്ത് കണ്ടിട്ടില്ല. ആ നാടകം പക്ഷെ വേറെ ജ്യോതിഷേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളി നാടകമല്ലേ. അതിനകത്ത് രണ്ട് സ്ത്രീകളുണ്ട്. എനിക്ക് ക്യാരക്ടറിന്റെ പേര് ഇപ്പോൾ കൺഫ്യൂസ് ആവുന്നു. പക്ഷെ രണ്ടാമത് പുള്ളി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സ്ത്രീയിലെ ഉറുമ്പിനോടൊക്കെ സംസാരിക്കുന്നത് ആ ക്യാരക്ടർ ദർശന ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഷീസ് എൻ ആക്ടർ ഹു ഇൻസ്പയർസ് മീ. ആൻഡ് ഐ തിങ്ക് ഒരു അടുത്ത സുഹൃത്താവുന്നതിൻ്റെ ലെവൽ ഓഫ് കംഫർട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി സിയൂസോൺ ആണും പെണ്ണും പാരഡൈസ് ഒക്കെ പോലത്തെ സിനിമകളിൽ വേർ വി ആർ പ്ലേയിങ് എ കപ്പിൾ, ഈ മൂന്നെണ്ണത്തിൽ ആക്ച്വലി പിന്നെ എനിക്ക് ദർശനോട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കള്ളം പറഞ്ഞാൽ ദർശനയ്ക്ക് മനസ്സിലാവും. കള്ളം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി കള്ളം പറഞ്ഞാൽ എൻ്റെ അഭിനയത്തിൽ ഞാൻ കള്ളത്തരം കാണിച്ചാൽ ദർശനയ്ക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മളെ അത്രയും അടുത്തറിയാത്ത ആൾക്കാരുടെയൊക്കെ നമുക്ക് ചിലപ്പോൾ പറ്റിക്കാൻ പറ്റും. ഒരു പോയിന്റിൽ അത്ര ജെനുവിൻ അല്ലാത്ത കുറച്ച് ഫേക്ക് ഇമോഷനൊക്കെ ഇട്ട് ആ ഷോട്ടോ ഒക്കെ ആക്കി എടുക്കാനൊക്കെ നമ്മൾ പഠിച്ചു പോകും. നമ്മൾ കറപ്റ്റഡ് ആവും കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഈ സാധനമൊക്കെ എനിക്കറിയാം ഇത് അവിടെ വർക്കാവില്ല എന്നുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള നോളജ്, പിന്നെ തമ്മിൽ വർക്കിനെ പറ്റിയിട്ട്, നമ്മുടെ വർക്കിനെ പറ്റിയിട്ടും ജനറലി വർക്കിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും ഒരുമിച്ച് ഈ 1-2 നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലെവൽ ഓഫ് ഓപ്പൺനെസ് ഉണ്ട്. ഇനി കള്ളങ്ങൾ ഇല്ല, കാരണം നമ്മൾ തമ്മിൽ കള്ളങ്ങൾ പിടിച്ചാലേ നമുക്ക് ബെറ്റർ സാധനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന ഒരു ഓപ്പൺനെസ് ഉണ്ട്. എനിക്ക് അവരുടെയൊക്കെ കൂടെ, അതായത് ദർശനയുടെയോ കന്നിയുടെയോ ദിവ്യയുടെയൊക്കെ കൂടെ പോയിട്ടൊരു സീനിലിരുന്ന് കള്ളത്തരം കാണിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്നോട് തന്നെ പുച്ഛവും തോന്നും, ഞാൻ അവരോട് ചെയ്യുന്നത് ശരിയല്ല എന്നും എനിക്ക് തോന്നും. അത് ഒരു നല്ല ചലഞ്ചാണ് അത്. പ്രത്യേകിച്ചും ദർശന സച്ച് എ ഗുഡ് ആക്ടർ ദാറ്റ് ഒരു സീൻ ദർശനോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെന്യുവൻലി നമുക്ക് തോന്നുന്നതൊക്കെ ഞാനായിട്ട് ഇതുകൊണ്ട് നശിപ്പിക്കരുത് എന്നുള്ളതാണ് ഞാൻ പാരഡൈസ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനായിട്ട് ഇതുകൊണ്ട് കളയാതിരുന്നാൽ കുഴപ്പമില്ല, ദർശനം എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ അത് കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ നമുക്ക് തോന്നുന്നത് തന്നെ. അത് പക്ഷെ അതിനടുത്തറിയണമെന്നില്ല കേട്ടോ. അത് നല്ല ആക്ടേഴ്സ് ആരുടെ കൂടെ വർക്ക് ചെയ്താലും നമുക്ക് അത് തോന്നും, ഓക്കെ ഐ ഷുഡൻറ്റ് ബി ദ വൺ ഹൂസ് ലൈക്ക്. ഡാർലിങ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സാധനം. ഇവർ 3 പേരും എനിക്ക് 3 പേരെയും നേരത്തെ അറിയില്ല. ദ നോട്ട് ഫ്രണ്ട്സ്, ഐ ഡോണ്ട് നോ ദം പേഴ്സണലി. ഐ ഡോണ്ട് ഈവൻ ഹാവ്, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഐ ഡോണ്ട് ഈവൻ ഹാവ് എൻ ഇക്വേഷൻ വിത്ത് ദം. ജസ്റ്റ് ഫോർമൽ ഇൻട്രൊഡക്ഷനും ഒരു റീഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോർമൽ ലെവൽ ഉണ്ടാവുന്ന തമാശയും പരിപാടിയൊക്കെ മാത്രം നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഓൾ 3 of them are so good that you feel like ഉയ്യോ ഇത് മറ്റേ എന്തോ ഭീകര ഗ്ലാസിൻ്റെ ഒരു അരിയാൻ മുഷ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഇൻസ്ട്രക്ടർ ഉണ്ട്. ഷീസ് ഫ്രഞ്ച്, തിയേറ്റർ ഡു സോളിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അരിയാൻ ഒരു വർക്ക്ഷോപ്പിന് വന്നായിരുന്നു പോണ്ടിച്ചേരിയിൽ. അന്ന് 100 പേരുണ്ട്, 114 പേരുണ്ട് ആ വർക്ക്ഷോപ്പിൽ. നമ്മുടെ കളയിൽ അഭിനയിച്ച സുമേഷ് ഇല്ലേ, മൂറും ഞാനും ഒക്കെ ആ വർക്ക്ഷോപ്പിലുണ്ട്. അപ്പോൾ അന്ന് അറിയാൻ പറഞ്ഞൊരു സാധനമുണ്ട്, നമുക്കൊരു സീൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മളോട് വെക്കുമ്പോൾ ഒരു സീൻ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും. അതായത് ഡിഫറെൻറ്റ് പീപ്പിൾ ആർ ഡ്രൈവിങ് ദ സീൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ അവരിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒരു സീൻ്റെ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഗ്ലാസ് ബോൾ. അതിനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുക, അത് താഴെ വീഴ്ത്തി പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് മാറ്റും, അടുത്ത ആൾ കയറും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത സാധനം ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ല. അതും ഒരു രീതിയിൽ ഇൻസ്പിറേഷൻ ആണല്ലോ. മൊത്തത്തിൽ കരിയറും അങ്ങനെയാണല്ലോ, ഒരു ഗ്ലാസ് ബോൾ പോലെ ഈ ഒരു സംഭവം. പക്ഷെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പ്രാന്ത് പിടിക്കും. അത് ഞാൻ കുറേ നാൾ അതിൽ ഉടക്കി കിടന്നത് തിരിച്ചു തന്നെ അതിൽ കയറ്റല്ലേ. അത് ഗ്ലാസ് ബോൾ പോലെ പിടിച്ചുകൊണ്ട് നടന്നാൽ ഈ പറഞ്ഞ മാസ്റ്റർ പീസിലെ സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ പറ്റി ആലോചിക്കുന്നത് അതിലൊക്കെ പെട്ട് നശിച്ചു പോകും. അതിലൊക്കെ പെട്ട് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. ലൈക്ക് ഇത് കഴിഞ്ഞ് എന്നുള്ള സാധനം ആലോചിച്ച് തുടങ്ങുമ്പോഴേ ഇറ്റ് ഗെറ്റ്സ് സ്കെയറി. ഓൾറെഡി ബൈ ഡിസൈൻ നമ്മളൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഈ പടം നന്നായിട്ട് ചെയ്താലേ ഇത് കഴിഞ്ഞൊരു സിനിമയുള്ളൂ എന്നുള്ളത്. ആ സിറ്റുവേഷനിലാണ് എല്ലാവരും വർക്ക് ചെയ്തത്. മേ ബി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും, അത്രയും വലിയ
സ്റ്റാർസ് ലൈക്ക് ഇനി എന്ത് ചെയ്താലും ദേ വിൽ കണ്ടിന്യൂ എന്നുള്ള രീതിയിലുള്ള, അല്ലാതെ നമ്മളെല്ലാവരും അതിലാണല്ലോ. അതിൻ്റെ കൂടെ ഇനി ഞാൻ ചെയ്യുന്ന ഓരോ സാധനവും ഓഡിയൻസിന് ഇങ്ങനെ റീഡ് ചെയ്ത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചിരിക്കത്തേ ഉള്ളൂ, പണിയെടുക്കാൻ പറ്റൂല. ഇപ്പോൾ ലീഫി സ്റ്റോറീസ് ആണല്ലോ. ഉം. ഇപ്പോൾ ഈ ലീഫ് പോലെ റോഷനെ കണക്ട് ചെയ്യുന്ന ഒരു എനർജി തരുന്ന, ഗുഡ് വൈബ് തരുന്ന എന്തെങ്കിലും ഒരു തിങ് ഉണ്ടോ? ഐ തിങ്ക് നല്ല പുസ്തകങ്ങൾ, ദർ ആർ സം ബുക്സ് ദാറ്റ് ഐ കീപ് ഗോയിങ് ബാക്ക് ടു, വായിച്ചത് തന്നെ പിന്നെയും പിന്നെയും എന്നുള്ള അത് ഇസ് വൺ. പിന്നെ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യും. എൻ്റെ ഏറ്റവും റീസെൻറ്റ് ഫേവറേറ്റ് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പുസ്തകങ്ങളായിപ്പോൾ റീസെൻറ്റ് ഫേവറേറ്റ് ഇസ് പ്രോഫിറ്റ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. പ്രോഫിറ്റ് സോങ് ഭയങ്കര പോപ്പുലർ ബുക്കാണ്. ഈ കഴിഞ്ഞ പോലത്തെ ബുക്ക് പ്രൈസ് കിട്ടിയ ബുക്കാണ്. പോൾ ലിഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ. അതിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്നെ ഐ റിയലി എൻജോയ്ഡ് റീഡിങ് ഇറ്റ്. പിന്നെ ഭയങ്കര ഇമോഷണലി എഫക്റ്റഡുമായി ആ പുസ്തകം വായിച്ചിട്ട്. അഗെയിൻ ലൈക്ക് ഭയങ്കര പോപ്പുലർ സജഷൻ തന്നെയാണ്, പക്ഷേ ദാറ്റ് ഈസ് മൈ മോസ്റ്റ് റീസെൻറ്റ് ഫേവറേറ്റ്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കോഫ് സിറപ്പ് സർറിയലിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഒരു ചെന്നൈ ബേസ്ഡ് ഒരു റൈറ്ററിൻ്റെ. നല്ല രസമുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല. ബുക്സാണ് അങ്ങനെ ഉള്ളൊരു. ബുക്സ് മാത്രമല്ല, ബുക്സും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ഫേസിൽ ഫുള്ളി വിട്ടുപോയായിരുന്നു. എനിക്ക് മറ്റേ പൊതുവേ ഉള്ളൊരു ഇമേജ് ആണല്ലോ ഭയങ്കരമായിട്ട് വായിക്കുന്നത്. 2-3 കൊല്ലം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഷ്ടിച്ചൊരു കൊല്ലത്തിൽ മറ്റേ ഫസ്റ്റിലിട്ട് വലിച്ച് ഒരു ബുക്ക് തീർത്ത് അങ്ങനെ കുറേ സമയം പോയി. പിന്നെ എപ്പോഴോ ലക്കിലി തിരിച്ച് അതിലേക്ക് കയറാൻ പറ്റി. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത്യാവശ്യം തിരക്കേടില്ലാതെ വായന നടക്കുന്നുണ്ട്. ഐ ഫീൽ ഗുഡ് വെൻ ഐ എം റീഡിങ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദോസ് തിങ്സ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് യുവർ സെൽഫ് ടു ഡു ഇറ്റ്. പിന്നെ അതുപോലെ എന്നെ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വീട് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഡസൻ ഹാവ് ടു ബി ഞാൻ വളർന്ന വീടോ ഞാനിപ്പോൾ താമസിക്കുന്ന വീടോ, എനി പ്ലേസ് വേർ ഐ ഫീൽ അറ്റ് ഹോം എന്നുള്ള അത് കുറച്ച് നേരത്തേക്ക് പോലും ആ സ്ഥലം റീവിസിറ്റ് ചെയ്യാൻ പറ്റിയാൽ, പഠിച്ച കോളേജ് എന്നൊക്കെ പറയുന്ന ഒരു നൊസ്റ്റ് നമ്മളെല്ലാവരും അപ്പം ആ സാധനമൊക്കെ ഉണ്ട്. എനിക്കൊരു സ്പേസിലൊക്കെ എനിക്കിഷ്ടമുള്ള some space where you found yourself, or like you have a journey that is deeply connected to that space. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയൊക്കെ ഭയങ്കര വാല്യൂബിളാണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ഫോർ യു. ഇതെനിക്കാണോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ലീഫി സ്റ്റോറീസ്. ദിസ് ഇസ് എ ZZ പ്ലാന്റ്, അതല്ലേ? ലീഫി സ്റ്റോറീസ്. താങ്ക് യു. feel like I won an award. Yes. Thank you. Yeah, thank you very much. നല്ല കോൺവെർസേഷൻ. ഞാൻ കംഫർട്ടബിളായി ഓവറായിട്ട് സംസാരിച്ചു എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ.